ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC നടത്തിയ LDC, അതായത് ഖാദി ബോർഡ് LDCയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു എക്സാം നടന്നത് 2024 30/7/2024 നടന്ന എക്സാം ആണ്. ഖാദി ബോർഡ് മെയിൻ എക്സാം നടന്നപ്പോൾ ഇതിന്റെ ഒരു റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. ഷോർട്ട് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തത്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് 8/1/2025 വന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലിസ്റ്റ് നോക്കാം. എത്ര പേര് ഇൻക്ലൂഡ് ആയി, എന്താണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാംസും പിന്നെ നമ്പർ ഓഫ് വേക്കൻസി കുറവുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോൾ കട്ട് ഓഫ് കൂടും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. ഇനി ആളുകളെ എടുക്കുന്നത് കുറവാണെങ്കിൽ പിന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. കാര്യം എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കാണും. പിന്നെ എക്സാമും വലിയ കുഴപ്പമില്ലാത്ത ഒരുവിധം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു. ഒരു 70-75 കൂടുതലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാം ആണ്. പക്ഷെ നല്ല ശ്രദ്ധിക്കുന്നവർക്ക് 75 മുകളിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയിരുന്നു. ഇനി നമ്മൾ മെയിൻ ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ വളരെ കുറച്ച് പേരേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ. പിന്നെ കണ്ടോ, സപ്ലി തുടങ്ങുകയാണ്. സപ്ലിയും കുറച്ച് പേരെയാണ്, SC ST ഒക്കെയാണ്, വളരെ കുറച്ച് പേരെയാണ് ഇൻക്ലൂഡ് ആക്കി വെച്ചേക്കുന്നത്. ഒരു കുഞ്ഞൻ ലിസ്റ്റാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ 166 പേരേ ഉള്ളൂ. ഇനി സപ്ലിമെന്ററിൽ എല്ലാം കൂടെ 174, ഡിസേബിൾഡ് പേഴ്സൺസ് 15 പേര്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഈ കാണുന്ന ലിസ്റ്റിൽ 355 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷോർട്ട് ലിസ്റ്റ് ആണ് PSCയുടേത്. അപ്പോൾ ഇനി ഉടനെ റാങ്ക് ലിസ്റ്റ് വരും. ഇത് ഈ മെയിൻ ലിസ്റ്റിൽ കിട്ടിയതെന്ന് വെച്ചാൽ 75.67 മാർക്കാണ് കട്ട് ഓഫ്. 75.67 മാർക്കാണ് കട്ട് ഓഫ്. അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവരും എഴുതിയിട്ടുള്ള ഒരു എക്സാം ആണ് ഖാദി ബോർഡ് എക്സാം എന്ന് പറയുന്നത്. ഖാദി ബോർഡിലേക്കുള്ള LD ക്ലർക്ക് എക്സാം ആണിത്. ഇതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ വന്നത്. 30/7/2024 ഇത് നടന്നത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കൊക്കെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അവർക്കൊരു ഷോർട്ട് ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തേക്കുകയാണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും സപ്ലിയുടെ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും കണ്ടു. ഇതാണ് മെയിൻ ലിസ്റ്റ്, ഇതാണ് സപ്ലി. അപ്പോൾ കുറച്ചു പേരെ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കട്ട് ഓഫും വളരെ കുറച്ചു പേരെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് കണ്ടല്ലോ, 75.67 വലിയൊരു മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് കേരള PSCയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതായത് ആളുകളുടെ എണ്ണം ഒക്കെ കുറവാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. നല്ല രീതിയിൽ പഠിക്കുകയും വേണം. വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. 75 കട്ട് ഓഫ് വന്നാൽ 166 പേർ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നന്നായി പഠിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പഠന രീതിയെ നമ്മൾ മികച്ചതാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ അതൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാ PSCയുടെ അപ്ഡേറ്റുകളും നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ക്ലാസ്സുകളുണ്ട്. പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന പ്രത്യേക പ്ലേലിസ്റ്റിൽ ക്ലാസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക പ്ലേലിസ്റ്റിൽ ക്ലാസ് ഉണ്ട്. 2024, 23, 22, 21 PSC നടത്തിയ എല്ലാ എക്സാംസും നമ്മൾ അതാത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം PSCയുടെ ആൻസർ കീ പ്രകാരം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ, അതായത് അത്തരം ക്ലാസ്സുകളാണ് നമ്മൾ കാണേണ്ടത്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൃത്യമായി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.